നമസ്കാരം. നമ്മുടെ രാജ്യം വളരെ വലിയൊരു പ്രക്ഷോഭം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് സമരം ചെയ്യുന്നത്. ഈ സമരം യഥാർത്ഥത്തിൽ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോയത് നിങ്ങളൊക്കെ കണ്ടു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ഒന്ന് നിരീക്ഷിച്ചാൽ ഒരു വളരെ വലിയ ഹൈജാക്കിംഗ് അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതൊരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. ഇതുവരെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ തുടങ്ങിയിട്ടുമില്ല. എന്നാൽ വളരെ ചെറിയ തോതിൽ മുമ്പോട്ട് വെച്ച ഒരു ആശയം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ മൊത്തം ഒറ്റയടിക്ക് ഏറ്റെടുക്കുകയും ആ തുടങ്ങി വെച്ച ആൾ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള സ്വീകാര്യത അതിന് ലഭിക്കുകയും നമ്മുടെ രാജ്യത്തെ യുവാക്കൾ അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നത് പോലെയുള്ള ഒരു പിന്തുണയാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ആ മൂവ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് കുറേ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന എൻട്രൻസ് പരീക്ഷകളിലെ തകരാറുകൾ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയായിട്ട് അത് മാറി നടത്തിയിട്ടുള്ള പല പ്രവേശന പരീക്ഷകളിലും സംഭവിച്ചിട്ടുള്ള പിഴവുകൾ മനഃപൂർവ്വമായിട്ട് വരുത്തിയാണോ അല്ല സംഭവിച്ചതാണോ എന്ത് തന്നെ ആയാലും ശരി, നമ്മുടെ രാജ്യത്തെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി കഴിയുമ്പോൾ ചോദ്യപേപ്പർ ചോർന്നു പോയി, പരീക്ഷ ക്യാൻസലായെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും കുട്ടികൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഭാവിയെ വെച്ചുകൊണ്ട് പന്താടുന്ന ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെ ഒരു മൂവ്മെൻ്റായിട്ട് ആരംഭിച്ച് ഡൽഹിയിൽ ഒരു പ്രക്ഷോഭം തുടങ്ങി വെച്ച CJP ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇവരുടെ ആവശ്യം കേട്ടതായിട്ട് പോലും നടിച്ചിട്ടില്ല. മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനുള്ള സാധ്യത തീർത്തും കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം BJPയിലെ വളരെ പ്രമുഖനായൊരു നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം വളരെ കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള BJPയെ പല സംസ്ഥാനങ്ങളിലും, പുതിയതായിട്ട് ഭരണം പിടിച്ച പല സംസ്ഥാനങ്ങളിലും വിജയത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ആണെന്നാണ് പറയുന്നത്. അതുകൂടാതെ BJP പറഞ്ഞിട്ടുണ്ട്, ഇത് UPA അല്ല, ഇത് NDA ആണ്. ഏതെങ്കിലും ഒരു പ്രശ്നം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഏതെങ്കിലും മന്ത്രി രാജിവെക്കുന്ന പരിപാടിയെ ഉദിക്കുന്നില്ല. അതായത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയൊരു വിവാദം ഉണ്ടാവുകയും പ്രതിപക്ഷം അത് വളരെ വലിയൊരു വിഷയമായിട്ട് ഉന്നയിക്കുകയോ പ്രക്ഷോഭം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആ വകുപ്പിൻ്റെ തലത്തിരിക്കുന്ന മന്ത്രി രാജിവെക്കില്ല എന്നുള്ളത് BJP പണ്ടേ പറഞ്ഞ കാര്യമാണ്. ആരാണോ പ്രശ്നമുണ്ടാക്കിയത് അവർക്കെതിരെ നടപടിയെടുക്കും. പക്ഷെ അതിൻ്റെ പേരിൽ ഒരിക്കലും വകുപ്പ് മന്ത്രി രാജിവെക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ BJPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്രജ്ഞനും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപിത നയവും അവർക്കുള്ളതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. നരേന്ദ്രമോദി ഒരിക്കലും അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജി എന്ന് പറയുന്നത് തീർത്തും അസാധ്യമായൊരു കാര്യമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ CJP എന്ന് പറയുന്ന കൂട്ടായ്മ അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് ഡൽഹിയിൽ തുടങ്ങിയ പ്രക്ഷോഭം തുടക്കത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അവരെല്ലാവരും കരുതിയിരുന്നത് കുറച്ച് പിള്ളേർ വന്ന് എന്തൊക്കെയോ കമ്പിച്ച് കാണിക്കുന്നു, കുറേ കഴിഞ്ഞ് എല്ലാം തിരിച്ചു പോകും എന്നാണ്. പക്ഷേ അവരുടെ നിശ്ചയദാർഢ്യവും അവർക്ക് കിട്ടുന്ന പിന്തുണയും ഇവരെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് CJP തീർത്ത് പറഞ്ഞപ്പോൾ അവർ വെറും ഒരു സാധാരണ കുട്ടികളുടെ മൂവ്മെൻ്റ് ഒന്നുമല്ല, അവർക്ക് മറ്റ് ചില വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികളും, BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മനസ്സിലായി. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഒരു സ്വഭാവമുണ്ട്. അതായത് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത് അവർക്കിഷ്ടമല്ല. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരുന്നതായിട്ട് അവർക്ക് തോന്നിയാൽ ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് 2020 എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായപ്പോൾ അതിനെതിരെ വന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്.
തമിഴ്നാട്ടിൽ വിജയ് ഒരു പാർട്ടി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അവഹേളിച്ചു, പല തരത്തിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം അഭിനയിച്ച ലാസ്റ്റ് സിനിമ റിലീസ് ചെയ്യാതെ തുടങ്ങി വെച്ചു. ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാനായിട്ട് എല്ലാ പാർട്ടികളും, ഒരുപക്ഷെ കേന്ദ്രത്തിലുള്ള BJP വരെ ഇടപെട്ട് ശ്രമം നടത്തി. പക്ഷേ അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ജനം വിജയിയെ കണ്ടത്. തമിഴ്നാട്ടിലെ ജനത്തിന് അദ്ദേഹത്തോട് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചിന്തിക്കുന്നത് ഇവിടെ ഞങ്ങൾ മാത്രം മതിയെന്നുള്ളതാണ്. BJP പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം ഇവിടെ മതി, ഇവിടെ ദശകങ്ങളായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പോലും വേണ്ട, ഞങ്ങൾ മാത്രം മതി. ഈ ഒരു ചിന്താഗതി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്, പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. കാരണം ഭരണം വീതം വെക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അവർ മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഭരിക്കാം, അവരെ ആരും ചോദ്യം ചെയ്യില്ല, അവർക്ക് യാതൊരു തടസ്സവുമില്ല മുമ്പോട്ട് പോകാം. എന്നാൽ പാർട്ടികൾ ഉണ്ടാവുകയും അവ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവരെ അംഗീകരിക്കുകയും അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പാർട്ടികളെല്ലാം കൂടി ചേർന്നാണ്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അവരൊറ്റ കൂട്ടരാണ്. നമ്മളെല്ലാവരും പാർലമെൻറ്റിന് പുറത്തും അവർ പാർലമെൻറ്റിനകത്തുമാണ്. നമ്മൾ നിയമസഭയ്ക്ക് പുറത്തും അവർ നിയമസഭയ്ക്ക് അകത്തുമാണ്. നിയമസഭയ്ക്കകത്തിരിക്കുന്ന എല്ലാവരും ഒരേപോലെ ഭരിക്കുന്നവരാണ്, പുറത്തുള്ളവർ ഭരിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഭരിക്കുന്നവരായിട്ട് മാറുന്ന ആൾക്കാർക്ക് അവരുടെ അധികാരം നിലനിർത്തി അതേപടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പുതിയ എതിരാളികൾ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇവിടെ CJP എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഒരു സാധാരണ മൂവ്മെൻ്റ് അല്ല. രാജ്യത്തെ ചെറുപ്പക്കാർ മൊത്തമെന്ന് ഞാൻ പറയുമ്പോൾ മണ്ടയടഞ്ഞ കുറേ എണ്ണമുണ്ട്. ഈ എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടികളുടെ പിന്നാലെ പോയി അവർ പറയുന്ന കള്ളമെല്ലാം കേട്ട് വിശ്വസിച്ച് ജീവിതം തുലയ്ക്കുന്ന കുറേ എണ്ണമാണ്. ഞാൻ അവരുടെ കാര്യമല്ല, മാറി ചിന്തിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കി അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന വളരെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ ഈ മൂവ്മെൻറ്റിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അവരെല്ലാവരും ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയിട്ടില്ലെങ്കിലും രാജ്യവ്യാപകമായിട്ട് അവർക്ക് വലിയ പിന്തുണയുണ്ട്. അപ്പോൾ ഈ പിന്തുണ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയ പാർട്ടികളെ മൊത്തത്തിൽ ഭയപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ നാളെ അവർ വളരെ വലിയൊരു രാഷ്ട്രീയ മൂവ്മെൻറ്റായിട്ട് മാറും എന്ന് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും മറ്റ് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരും എല്ലാം മനസ്സിലാക്കി. അങ്ങനെ ഒരു പാർട്ടി ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വലിയൊരു ഭീഷണിയാണത്. കാരണം ചെറുപ്പക്കാർ അവരുടെ പിന്നാലെയാണ്. ചെറുപ്പക്കാർ പോയി കഴിയുമ്പോൾ ചെറുപ്പക്കാരുടെ പേരൻസ് പോകാൻ സാധ്യതയുണ്ട്, അവരുടെ മുത്തച്ഛന്മാർ പോകാൻ സാധ്യതയുണ്ട്, മുത്തശ്ശിമാർ പോകാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികൾ പുതിയ വീക്ഷണം എന്താണെന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കും. ആ അപകടം മണത്ത അവർ ചെയ്ത ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. അതായത് CJP തുടങ്ങിയ പ്രൊട്ടസ്റ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി അങ്ങ് ഏറ്റെടുത്തു. CJP ഒരു മാസമായിട്ട് അവിടെ സമരം ചെയ്തിട്ടും ആ സമരം കണ്ടതായിട്ട് പോലും നടിക്കാതെ ഇരുന്ന നരേന്ദ്രമോദി, അവരുടെ ആവശ്യങ്ങളൊന്നും കേട്ടതായിട്ട് പോലും ഭാവിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ, ഏറ്റവും ഒടുവിൽ അവർ നടത്തിയ ഒരു പ്രക്ഷോഭത്തിനെതിരെ പോലീസിനെ അഴിച്ചുവിട്ട് അവരെ തലങ്ങും വിലങ്ങും തല്ലിക്കഴിഞ്ഞപ്പോൾ അത് വളരെ വലിയൊരു സംഭവമായിട്ട് മാധ്യമങ്ങളിൽ വന്നു. ആ സമയത്ത് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ്. കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ അവർ വന്ന് ആ സമരം അങ്ങ് ഏറ്റെടുത്ത് അവർ വന്നതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സമരത്തിൻ്റെ സ്വഭാവമേ അങ്ങ് മാറി. ഇപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറി. രാഹുൽ ഗാന്ധിയും മറ്റും സമരത്തിന് വന്നപ്പോൾ നരേന്ദ്രമോദി വളരെ പെട്ടെന്ന് പ്രതികരിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാണ്, ഒരു മന്ത്രിയെ പറഞ്ഞു, 1-2 മന്ത്രിമാരെ പറഞ്ഞു വിട്ടു. എന്നാൽ CJP സമരം ചെയ്യുമ്പോൾ അവരതിന് തയ്യാറായിരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CJP തുടങ്ങി വെച്ച ആ സമരം ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു വിഷയമാക്കി വളരെ വിദഗ്ധമായിട്ട് അവർ മാറ്റി. അതുകൂടാതെ അവർ ഈ CJPയെ അഡ്രസ്സ് ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവർ പറയുന്നത് കുട്ടികളുടെ സമരത്തെ കേന്ദ്ര സർക്കാർ അവഗണിച്ചു, കുട്ടികളെ തല്ലി ചതച്ചു, ഇങ്ങനെയാണോ ഒരു കേന്ദ്ര സർക്കാർ ഭരിക്കേണ്ടത്? ഈ തരത്തിലൊക്കെയാണ്. അപ്പോൾ അവരും പറയുന്നത്, കേന്ദ്ര സർക്കാരും പറയുന്നത് കുട്ടികളുടെ സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തു, അവരത് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ കുട്ടികളെന്ന് പറയുന്ന പ്രയോഗം എന്തിനു വേണ്ടിയാണ്? ഇത് വെറും പിള്ളേരുകളിയാണ്. ഇവരൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കഴിവുള്ളവരല്ല, ഇതൊന്നൊരു രാഷ്ട്രീയ മൂവ്മെൻ്റ് അല്ല എന്നവർ പറയാതെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജോലിയും വേലയും ഇല്ലാത്ത കുറച്ച് പിള്ളേർ
അവിടെ വന്നൊരു സമരം നടത്തുന്നു. ആ സമരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പോലീസ് അവരെ തല്ലുന്നു. തല്ലിയപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇടപെട്ട് അവരുടെ ഒപ്പം നിൽക്കുന്നു, അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു, സർക്കാരുമായിട്ട് ചർച്ചകൾ നടത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ചർച്ച നടത്തി ഈ പിള്ളേർ പറയുന്ന കാര്യം ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാധിച്ച് കൊടുത്താൽ നാളെ അത് അവരുടെ വിജയമായിട്ട് മാറും. അവരുടെ വിജയമാക്കി മാത്രമേ നരേന്ദ്രമോദിയെ മാറ്റുകയുള്ളൂ. കാരണം നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കും ആർക്കും തന്നെ ഇവിടെ CJP എന്ന പേരിൽ ഒരു പാർട്ടി വളർന്നു വരുന്നത് ഇഷ്ടമല്ല. അത് അവർക്ക് വലിയ അപകടമുണ്ടാക്കും. ഈ ഒരു തന്ത്രം, അതായത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി പയറ്റിയ ഈ തന്ത്രം CJPയുടെ നേതാക്കൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. കാരണം ഈ മൂവ്മെൻറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറാൻ വളരെ സാധ്യതയുള്ള ഒന്നാണ്. നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ചെറുപ്പക്കാരും, വിവരമുള്ള ചെറുപ്പക്കാരിൽ ഭൂരിപക്ഷം പേരും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒപ്പം കാണും. അവർക്ക് വളരെ നിസ്സാരമായിട്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതിനുള്ള ധൈര്യവും അതിനുള്ള ബുദ്ധിയും അതിനുള്ള വിവേകവും ഈ പിള്ളേർക്കുണ്ട്. അപ്പോൾ അവരുടെ ആ മൂവ്മെൻറ്റിനെ, അവരുടെ ആവേശത്തെ മുളയിലെ തന്നെ നുള്ളി അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും പ്രതിപക്ഷ കക്ഷികളും കൂടി ശ്രമിക്കുന്നത്. ഇത് വളരെ വലിയൊരു തന്ത്രമാണ് അവരുടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ, അതായത് ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്നേ വരെ ഇതേപോലെയുള്ളൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ കഴിഞ്ഞിട്ടില്ല. അതിന് വിഷയങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. സമരം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആവശ്യം പോലെ വിഷയങ്ങളുണ്ട്. പക്ഷേ അവർ സമരം ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. പലപ്പോഴും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സർക്കാരോ എടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടായിരിക്കും, അവരുടെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ തീരുമാനം പൊതുജനങ്ങൾക്ക് ദോഷമായിട്ട് വരുമെങ്കിലും അതിനെ പ്രതിപക്ഷ കക്ഷികൾ ഒക്കെ ഒന്ന് എതിർത്തു എന്ന് കാണിക്കുമെന്നല്ലാതെ ശക്തമായ ഒരു സമരപുറമായിട്ട് അവർ ഇറങ്ങത്തില്ല. കാരണം അവൻ്റെ പക്കൽ നിന്ന് ഇവരും കാശ് കിട്ടുന്നുണ്ട്. രണ്ടുപേരും അവൻ്റെ ഫേവർ മേടിക്കുന്നുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും അവൻ്റെ ഫേവർ മേടിച്ചിട്ട് അവന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ജനങ്ങളെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി ഇവർ കുറേ സമരം ചെയ്യും, കുറേ ഷോ കാണിക്കും, വിട്ടുകളയും. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ കുട്ടികൾ പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ദൃഢനിശ്ചയം കണ്ടപ്പോൾ അവരത് നേടിയെടുത്തിട്ട് പിന്മാറുകയുള്ളൂ എന്നുള്ളൊരു തോന്നലിൽ ഇതൊരു വളരെ വലിയ രാഷ്ട്രീയ വിജയമായിട്ട് അവർക്ക് മാറും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ വിജയം അവരുടേതല്ല, ഞങ്ങളുടേതാണ്. നരേന്ദ്രമോദി പറയും, ഞങ്ങൾ ഇതിനകത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം കുട്ടികൾക്ക് അനുകൂലമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഇടപെട്ടതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ തീരുമാനം എടുത്ത് ആ ഒരു തരത്തിലേക്ക് ഇതിൻ്റെ പര്യവസാനം വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു തന്ത്രം CJPയുടെ നേതാക്കൾ തിരിച്ചറിയും. അവർ ബുദ്ധിയുള്ള കുട്ടികളാണ്, സാധാരണ ആൾക്കാരൊന്നുമല്ല. അവർ തിരിച്ചറിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച് മുമ്പോട്ട് കാര്യങ്ങൾ നീക്കിയാൽ നാളെ നമ്മുടെ രാജ്യത്ത് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് മാറി വിഭിന്നമായിട്ട് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ നിലവിൽ വരാനും ഒക്കെ അതുകൊണ്ട് സാധിക്കും. എന്തായാലും അവർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമുക്ക് വരും ദിനങ്ങളിൽ കാണാൻ പറ്റും. അവർ ബുദ്ധിയുള്ള പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ അവരെ പൊട്ടം കളിപ്പിക്കാൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് പറ്റുമെന്ന് ഞാൻ കരുതുന്നുമില്ല. താങ്ക് യു.